ഞാനും കുട്ടികളും കൂടി ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. ചേട്ടൻ കൂടെ വന്നില്ല. ചേട്ടൻ ഗൾഫിലാണ്. അതായത് എൻ്റെ ഭർത്താവ്. ചേട്ടൻ്റെ അമ്മയ്ക്ക് സുഖമില്ല. കുറച്ച് ദിവസമായി കിടപ്പിലാണ്. വാർദ്ധക്യ സഹജമായ അസുഖം. അമ്മയ്ക്ക് 80-നടുത്ത് പ്രായമുണ്ട്. ഞാനും കുട്ടികളും ബസ്സിലാണ്. എൻ്റെ അടുത്ത് കുട്ടികളിരിക്കുന്നുണ്ട്. ഞാൻ ഹേമലത. ഹേമയെന്ന് എല്ലാവരും വിളിക്കും. എൻ്റെ കുട്ടികൾ അച്ചുവും കിച്ചുവും. ഒരാൾ 5-ലും ഒരാൾ 2-ലും പഠിക്കുന്നു. ഞാൻ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ഭർത്താവ് സൗദിയിൽ എൻജിനീയറായി ജോലി ചെയ്യുന്നു. വിവേകേട്ടൻ 2 വർഷം കൂടുമ്പോൾ നാട്ടിൽ വരും. എനിക്കിപ്പോൾ 37 വയസ്സുണ്ട്. ഭർത്താവിൻ്റെ വീട്ടിൽ അവർ 4 സഹോദരങ്ങളാണ്. 2 ആണും 2 പെണ്ണും. തറവാട്ടിൽ നിൽക്കുന്നത് ഭർത്താവിൻ്റെ നേരെ മൂത്ത ചേച്ചിയാണ്, വിമല ചേച്ചി. വിമല ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു പോയതുകൊണ്ടും ഇവിടുത്തെ അമ്മയെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടും ചേച്ചിക്ക് തറവാട് കൊടുത്തു. ഏറ്റവും മൂത്ത ചേട്ടനും കുടുംബവും കോട്ടയത്താണ്. അവിടെയാണ് ചേട്ടനും ചേച്ചിക്കും ജോലി. അതിൻ്റെ ഇളയ ചേച്ചി മുണ്ടക്കയത്ത് ടീച്ചറാണ്. അവരവിടെ സെറ്റിലാണ്. എൻ്റെ ഭർത്താവാണ് ഇളയ ആൾ. ഞാനിതൊക്കെ ഓർത്തുകൊണ്ട് പുറത്തേക്ക് നോക്കി ബസ്സിലിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം തറവാട്ടിലെത്തി. വിമല ചേച്ചിയും കുട്ടികളും അവിടെയുണ്ട്. ചേച്ചിക്ക് 2 കുട്ടികളാണ്. 5-ലും 7-ലും പഠിക്കുന്ന 2 കുട്ടികൾ. അവിടെ വന്നപ്പോൾ മുതൽ എൻ്റെ കുട്ടികൾ അവരുടെ കൂടെ കളിയാണ്. ഞാൻ ചെന്ന് അമ്മയെ കണ്ടു. അമ്മ കിടപ്പാണ്, സംസാരിക്കുന്നുണ്ട്. എൻ്റെ ഒപ്പം വിമല ചേച്ചിയുമുണ്ട്. ചേച്ചി പറഞ്ഞു, ഹേമേ, അമ്മയ്ക്ക് ആരെങ്കിലുമൊക്കെ എപ്പോഴും അടുത്ത് വേണം, അല്ലെങ്കിൽ സങ്കടമാകും. ഞാൻ കുറച്ച് ദിവസം ഉണ്ടാവും അമ്മേ. ഞാൻ അമ്മയെ നോക്കി പറഞ്ഞു. വിവേക് വന്നില്ലേ മോളെ? ഇല്ലമ്മേ, ചേട്ടന് ലീവില്ല. അപ്പോഴേക്കും കുട്ടികൾ ബഹളം വെച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. അവരുടെ ചിരിയും കളിയും റൂമിൽ നിറഞ്ഞു. അതൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്കും സന്തോഷമായി. ഞാൻ ഡ്രസ്സ് മാറി വിമല ചേച്ചിക്കൊപ്പം അടുക്കളയിൽ കൂടി. അവിടെ ഇരുന്ന് ഓരോ കാര്യം പറഞ്ഞ് സംസാരിച്ചു. ചേച്ചി പറഞ്ഞു, വേണുവേട്ടൻ വന്നിട്ടുണ്ട്. ആണോ? എവിടെ? ഞാൻ ചോദിച്ചു. അവർ പുറത്തു പോയേക്കാം, ഇപ്പോൾ വരുമായിരിക്കും. വേണുവേട്ടൻ ഏറ്റവും മൂത്ത ചേട്ടനാണ്. പുള്ളിയുടെ ഭാര്യയാണ് ജയ. അവരുടെ കുട്ടികൾ ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്. ഞാനും വിമലേച്ചിയും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, എടി ഹേമേ എന്നൊരു വിളി. ഞാൻ തിരിഞ്ഞു നോക്കി. ജയ ചേച്ചിയാണ്. നീ എപ്പോൾ വന്നടി ഹേമേ? ചേച്ചി ചോദിച്ചു. കുറച്ചു നേരമായി. ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ നന്നായി നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ മുമ്പത്തെക്കാളും സുന്ദരി ആയാലോടി പെണ്ണേ. അത് കേട്ട് ഞാൻ പുഞ്ചിരിച്ചു. ഞാൻ വിചാരിച്ചു നീ വരില്ല എന്ന്. ചേച്ചി പറഞ്ഞു. അത് കേട്ടതും ഞാൻ ചേച്ചിയെ നോക്കി. ചേച്ചിയുടെ തലമുടി കുറച്ച് നരച്ചിട്ടുണ്ട്. മുഖത്ത് ചുളിവൊക്കെ വന്നു തുടങ്ങി. എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചേച്ചി ചോദിച്ചു, എടി വിവേക് വരാറില്ലേടി പെണ്ണേ? ഞാനൊരു നിരാശയോടെ പറഞ്ഞു, ഇനി 1 വർഷം കഴിയും ചേച്ചി. അതാണ് പെണ്ണിനൊരു നിരാശ. ചേച്ചി തമാശ പോലെ എൻ്റെ ചെവിയിൽ പറഞ്ഞ് ചിരിച്ചു. ഒന്ന് പോ ചേച്ചി, ഞാനും തമാശ പോലെ പറഞ്ഞു. അപ്പോഴേക്കും വേണുവേട്ടൻ അങ്ങോട്ടേക്ക് കയറി വന്നു. ആ ഹേമേ, എന്താ വിശേഷം? വേണുചേട്ടൻ ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു. ആ സുഖം വേണുവേട്ടാ, ഞാൻ പറഞ്ഞു. വേണുവേട്ടന് നല്ല പ്രായം തോന്നിക്കും. മുടി മുഴുവൻ നരച്ചു. കൂടാതെ ശരീരം അല്പം മുന്നോട്ട് വളയാൻ തുടങ്ങി. ആകെ മെലിഞ്ഞു കക്ഷി. ഞാൻ വേണുവേട്ടൻ നോക്കി ചിന്തിച്ചു. പുള്ളിയുടെ പുറകെ ഒരാൾ വന്നു. അയാൾ എന്നെ നോക്കി ചിരിച്ചു. കൂടെ ഞാനും ചിരിച്ചു. മുൻപ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഓർമ്മ കിട്ടുന്നില്ല. ഹേമയ്ക്ക് എന്നെ മനസ്സിലായോ? എന്നെ നോക്കി അയാൾ ചോദിച്ചു. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി. മനസ്സിലായി കാണില്ല അല്ലേ? അയാൾ പറഞ്ഞു. അത് ഞാനെവിടെയോ കണ്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞു. അപ്പോഴേക്കും ജയിച്ച് പറഞ്ഞു, എടി ഹേമേ, അതെൻ്റെ അനിയനാണ് ബാബു. ഓ, ഇപ്പോൾ ഓർക്കുന്നു, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ എന്നെ ഒന്ന് മൊത്തം നോക്കി. ഞാനൊരു ക്രീം കളർ മാക്സിയാണ് ഇട്ടിരിക്കുന്നത്. അയാൾ എവിടേക്കോ നോക്കി വെള്ളമിറക്കുന്നത് ഞാൻ കണ്ടു. ആ സമയം ഞാൻ അയാളെ നോക്കി ഒരു പുഞ്ചിരി നൽകി. വിമലേച്ചി എന്തോ പണിയിലാണ്. ഇതൊന്നും ചേച്ചി ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴേക്കും കുട്ടികൾ അങ്ങോട്ട് ഓടി വന്നു.
എൻ്റെ ഇളയ കുട്ടിയെ ബാബുചേട്ടൻ എടുത്തു. എന്നിട്ട് കുഞ്ഞോട് തമാശയും കളിയൊക്കെ പറഞ്ഞു. കുഞ്ഞുമായി പുള്ളി പുറത്തേക്ക് പോയി. അവരുടെ പുറകെ വേണുചേട്ടനും കൂടെ മറ്റു കുട്ടികളും പോയി. അപ്പോൾ ജയേച്ചി എന്നോട് പറഞ്ഞു, ഹേമേ, ബാബുവിന് ഒരു പെണ്ണ് നോക്കണം. അതാണ് ഇനി എൻ്റെ പ്ലാൻ. ഞാൻ ചേച്ചിയെ നോക്കി. എന്നിട്ട് ചോദിച്ചു, അപ്പോൾ ബാബുചേട്ടൻ്റെ ഭാര്യ? എടി, അവൾ അവനെ ഉപേക്ഷിച്ചു പോയി. ഏ, എപ്പോ? എടി, അവൾ കൊച്ചുമായി ഇനി ഇവളെ വേണ്ട എന്ന് പറഞ്ഞ് ഡിവോഴ്സായിപ്പോയി. ഇപ്പോൾ 4 വർഷമായി. അതെന്നാ ചേച്ചി കാരണം? ബാബുചേട്ടൻ നല്ല ആരോഗ്യമുള്ള ആളാണല്ലോ, നല്ല ജോലിയുമുണ്ട്. എന്നിട്ടും എന്താ കാരണം? എൻ്റെ ഹേമേ, അവൾക്ക് വിദേശത്ത് പോകാൻ ഒരവസരമൊത്തു. അതിവൻ എതിർത്തു. അവിടെ മുതലാണ് പ്രശ്നം തുടങ്ങിയത്. പിന്നെ അകൽച്ചയായി. അവളും കുഞ്ഞുമായി അവളുടെ വീട്ടിലേക്ക് പോയി. പിന്നെ അവിടെയായി അവളുടെ താമസം. ഇവൻ വിളിക്കാൻ ചെന്നു, പക്ഷെ അവൾ വന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഡിവോഴ്സ് നോട്ടീസ് വന്നു. പിന്നെ അങ്ങ് പിരിഞ്ഞു. അവളിപ്പോൾ യൂറോപ്പിലാണ്. കൂടെ കുട്ടികളെയും കൊണ്ടുപോയി. ഞാൻ ചിന്തിച്ചു, ഓരോരുത്തരുടെയും ജീവിതം. ബാബുചേട്ടൻ ഡോക്ടറാണ്, എന്നിട്ടും പുള്ളിക്കാരിയും ഡോക്ടറായിരുന്നു. മനുഷ്യൻ്റെ ഈഗോയാണ്. പരസ്പരം മനസ്സിലാക്കാതെ എന്തിനോ വേണ്ടി. ഞാനും വിമലേച്ചിയും ജയച്ചേച്ചിയും കുറേ നേരം മറ്റ് വിശേഷങ്ങൾ പറഞ്ഞു. ഞാൻ വീടിൻ്റെ മുന്നിലേക്ക് ചെന്നു. സിറ്റൗട്ടിൽ പേപ്പർ നോക്കിക്കൊണ്ട് വേണുചേട്ടൻ ഇരിക്കുന്നുണ്ട്. മുറ്റത്ത് കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ട് ബാബുചേട്ടനും. ഞാൻ വേണുചേട്ടനോട് സംസാരിച്ചുകൊണ്ട് മുറ്റത്ത് കുട്ടികളുടെ കൂടെ കളിക്കുന്ന ബാബുചേട്ടനെ നോക്കി. വേണുചേട്ടൻ പേപ്പറിൽ നോക്കിക്കൊണ്ട് എന്നോട് സംസാരിച്ചു. അപ്പോഴും ഞാൻ ബാബുചേട്ടനെ നോക്കി. പുള്ളി ഒരു ടീഷർട്ടും ട്രാക്ക് പാൻറ്റും ഇട്ടുകൊണ്ട് കുട്ടികളുടെ കൂടെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ പുള്ളിയെ ഞാനൊന്ന് മറഞ്ഞു നോക്കി. എൻ്റെ ആ നോട്ടം പുള്ളി കാണുകയും ചെയ്തു. എന്നെ നോക്കി ബാബുചേട്ടൻ ചിരിച്ചു. ഒപ്പം ഞാനും. ഹേമേ, കളിക്കാൻ കൂടുന്നോ? എന്നോട് ബാബുചേട്ടൻ ചോദിച്ചു. ഏയ്, ഇല്ല ചേട്ടാ, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വാ ഹേമേ, കളിക്കുമ്പോൾ ദേഹം നന്നായി ഇളകും, ആരോഗ്യം ഉണ്ടാകും. ഓഫ് എൻ്റെ ഡോക്ടറെ, എനിക്കിനി വയ്യ, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഹേമേ, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. എനിക്കിപ്പോൾ അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ട്, അത് മതി. ഞാനത് പറഞ്ഞപ്പോൾ ബാബുവേട്ടൻ എന്നെ നോക്കിയിട്ട് പതുക്കെ ആംഗ്യത്തിൽ പറഞ്ഞു, സുന്ദരിയാട്ടോ. അത് കണ്ട് ഞാൻ ചിരിച്ചു. ഞാൻ ഭിത്തിയിൽ ചാരിയാണ് നിൽക്കുന്നത്. ബാബുവേട്ടൻ എന്നെ നന്നായി നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ മുഖം അല്പം കൂർപ്പിച്ചു നോക്കി. പെട്ടെന്ന് ബാബുവേട്ടൻ നോട്ടം മാറ്റി എൻ്റെ മുഖത്തേക്കാക്കി. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ആംഗ്യത്തിൽ സൂപ്പർ എന്ന് പറഞ്ഞു. ഞാൻ തല കൊണ്ട് പോടാ എന്ന് ആംഗ്യം കാണിച്ചു. ഇതൊന്നും ശ്രദ്ധിക്കാതെ പത്രം നോക്കിയിരിക്കുകയാണ് വേണുവേട്ടൻ. അന്ന് വൈകുന്നേരം ഞാനും കുട്ടികളും ജയേച്ചിയും ബാബുവേട്ടനും ഒക്കെ അമ്പലത്തിൽ പോയി. എന്നോട് ചുറ്റിപ്പറ്റി ബാബുവേട്ടൻ നിന്നു. പുള്ളി കാവിമുണ്ടും ഷർട്ടുമാണ് ഇട്ടിരിക്കുന്നത്, ഞാൻ സെറ്റ് സാരിയും. അമ്പലത്തിൽ കയറി വലം വെച്ചപ്പോൾ എൻ്റെ ഒപ്പം ബാബുവേട്ടൻ ഉണ്ടായിരുന്നു. ബാബുവേട്ടൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഹേമേ, ഞാൻ ദേവിയെ കണ്ടു. ഏ? ഞാൻ ചേട്ടനെ നോക്കി. ആ സത്യ ഹേമേ, ഞാൻ ദേവിയെ കണ്ടു. ഒന്ന് പോ ബാബുവേട്ടാ, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ഹേമേ, നീ ആ കണ്ണാടിയിൽ നോക്കിക്കേ, അവിടെ ദേവിയുണ്ട്. അത് കേട്ട് ഞാൻ ചിരിച്ചുപോയി. എൻ്റെ ചിരി കണ്ടിട്ട് ബാബുവേട്ടൻ പറഞ്ഞു, ഹേമേ, നിന്നെ കണ്ടാൽ ദേവിയെ പോലെയുണ്ട്. ഓ, അതിന് ഡോക്ടർ മുമ്പ് ദേവിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, പക്ഷേ ഇപ്പോൾ കണ്ടു. ശരിക്കും ഒരു ദേവി തന്നെ. ബാബുവേട്ടൻ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്നും കുറേ തമാശ പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് പോന്നു. അന്ന് രാത്രി ബാബുവേട്ടൻ ഹോസ്പിറ്റൽ നൈറ്റ് ഡ്യൂട്ടിയാണ്. പുള്ളി രാത്രി പോയി. പിറ്റേന്ന് ഞാൻ വിമലേച്ചിയുടെ കൂടെ പറമ്പിലൊക്കെ പോയി. 2 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ പല കൃഷിയുമുണ്ട്. അത്യാവശ്യം വലിയ വീടാണ്. മുകളിൽ 3 ബെഡ്റൂമും താഴെ 3 ബെഡ്റൂമും, കിച്ചൺ, ഹാൾ. അത്യാവശ്യം വലിയൊരു വീടാണെന്ന് തന്നെ പറയാം. ഞങ്ങൾ മുറ്റത്ത് നിൽക്കുമ്പോൾ ബാബുചേട്ടൻ്റെ കാർ വന്ന് നിന്നു. പുള്ളി പുറത്തേക്കിറങ്ങി. ഇപ്പോൾ കണ്ട ശരിക്കും ഒരു ഡോക്ടർ ലുക്കുണ്ട്. ആകാശനീല ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ഇൻ ചെയ്ത് നല്ല ലുക്കിൽ. എന്നെ നോക്കി ചിരിച്ചപ്പോൾ ഞാൻ തല കൊണ്ട് കൊള്ളാമെന്ന് ആംഗ്യം കാണിച്ചു. അത് കണ്ട് പുള്ളി ചിരിച്ചു. കുട്ടികൾ മുറ്റത്ത് കളിക്കുന്നുണ്ട്.
അവരോട് ബാബു ചേട്ടൻ പറഞ്ഞു, എടാ മക്കളെ, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. ആ ഓക്കെ അങ്കിൾ, പെട്ടെന്ന് വാ, കുട്ടികൾ പറഞ്ഞു. പുള്ളി അകത്തേക്ക് പോയി. ഞാനും പുറകെ പോയി. എന്താ ഹേമേ, കളിക്കാൻ കൂടുന്നോ? ഇല്ല, ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. വല്ലപ്പോഴും ഒരു കളിയൊക്കെ വേണ്ടേ ഹേമേ? പുള്ളി എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് പുള്ളി പറഞ്ഞത് നന്നായി മനസ്സിലായി. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ കളിക്കാൻ ഒരു മൂഡില്ല. ആണോ? എന്നാൽ നമുക്ക് മൂടൊക്കെ ഉണ്ടാക്കാം, എന്തേ? ഞാൻ ചിരിച്ചു. ഹേമയുടെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആണോ? ബാബുവേട്ടൻ ചുറ്റും കണ്ണോടിച്ചിട്ട് പതുക്കെ എന്നോട് പറഞ്ഞു, ഹേമ സുന്ദരിയാട്ടോ, ഐ ലൈക്ക് യു. ബാബുവേട്ടാ, ഞാൻ ചിരിച്ചുകൊണ്ട് വിളിച്ചു. ആ മാറിക്കേ, ഞാൻ പോയി കളിക്കട്ടെ. പുള്ളി എന്നെ ഉരുമിക്കൊണ്ട് കടന്നുപോയി. ഞാൻ പുള്ളിയെ നോക്കി നിന്നു. കുറച്ച് മുന്നോട്ട് ചെന്നിട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് എന്നെ നോക്കി ചിരിച്ചു. ഒപ്പം ഞാനും. അങ്ങനെ ഞാൻ അടുക്കളയിൽ ചെന്നു. വിമലേച്ചി എൻ്റെ തിരക്ക് പിടിച്ച പണിയിലാണ്. ഞാൻ പറഞ്ഞു, ചേച്ചി, ആ ഡോക്ടർ വന്നു, പുള്ളിക്ക് ചായ കൊടുക്കണ്ടേ? ഹേമേ, പുള്ളിക്കതൊന്നും നിർബന്ധമില്ല. ബാബു ഉള്ളതുകൊണ്ട് ഒരു സഹായമാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും വന്നാൽ ഞാനാദ്യം പുള്ളിയെ വിളിക്കും. ബാബു ഓടി വരും. അത് കഴിഞ്ഞ് വേണുവേട്ടനും ജയിച്ചിയൊക്കെ ഞാൻ വിളിക്കുന്നത്. ജയിച്ചിയും വേണുവേട്ടനും പുറത്തെന്തോ വാങ്ങാൻ പോയതാണ്. ഞാൻ ചായ എടുത്തു. എന്നിട്ട് ബാബുച്ചേട്ടനെ നോക്കി പുറത്തേക്ക് ചെന്നു. ഡോക്ടറെ, ഞാൻ വിളിച്ചു. എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ബാബുവേട്ടൻ നിന്നു. ഇങ്ങ് വന്നേ, ഈ ചായ കുടി. പുള്ളി ചിരിച്ചുകൊണ്ട് വന്നു. ഞാൻ ചായ കുടിക്കാറില്ല, പക്ഷേ ഹേമ തരുമ്പോൾ എങ്ങനെയാ വേണ്ടെന്ന് പറയാ? എൻ്റെ കയ്യിൽ നിന്നും അയാൾ ചായ വാങ്ങി കുടിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? പതിവില്ലാത്താണെങ്കിൽ ഇങ്ങ് തന്നേര്. ഞാൻ തമാശ പോലെ പറഞ്ഞു. ഞാൻ കുടിച്ചു നോക്കട്ടെ, ചായ കൊള്ളാവോ എന്ന്. പുള്ളി കുടിച്ചു നോക്കി. കൊള്ളാമെന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഞാൻ ബാബുച്ചേട്ടൻ ചായ കുടിക്കുന്നത് നോക്കി നിന്നു. പുള്ളി ചായ കുടിച്ചിട്ട് എന്നെ നോക്കി പറഞ്ഞു, ഹേമയെ പോലെ സുന്ദരി ചായ, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. എന്ത്? ഞാൻ തമാശ പോലെ ചോദിച്ചു. അല്ല, ചായേ, എന്നെ നോക്കിക്കൊണ്ട് ബാബുച്ചേട്ടൻ പറഞ്ഞു. അതിനും ഞാൻ ചിരിച്ചു. കൊള്ളാ ഹേമേ, എന്നെ നോക്കിക്കൊണ്ട് അയാൾ വീണ്ടും പറഞ്ഞു. ബാബുവേട്ടൻ്റെ ഈ നോട്ടം ശരിയല്ലല്ലോ. ഏത് നോട്ടം? പുള്ളി ഒന്നറിയാത്ത പോലെ പറഞ്ഞു. അല്ല, എന്നെ നോക്കുന്ന ഈ നോട്ടമേ. ഓഫ്, എൻ്റെ ഹേമേ, സുന്ദരി പെണ്ണുങ്ങളെ ആണുങ്ങൾ നോക്കും. നിനക്ക് സൗന്ദര്യം ഇത്തിരി കൂടുതലാ, അതുകൊണ്ടാ. ശരി ശരി. സത്യ ഹേമേ, നിനക്ക് നല്ല സൗന്ദര്യമുണ്ട്. നീ കളിക്കാൻ വരുന്നുണ്ടോ? എന്നെ നോക്കിക്കൊണ്ട് ബാബുചേട്ടൻ ചോദിച്ചു. എന്ത്? അല്ല, ക്രിക്കറ്റ് കളിക്കാൻ. പുള്ളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, ബാബുചേട്ടൻ ചെല്ല്. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വാ പെണ്ണെ, നമുക്ക് കളിക്കാന്നേ. പുള്ളി വീണ്ടും എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് പോ ബാബുവേട്ടാ. ഞാൻ ചിരിച്ചുകൊണ്ട് വേഗം അകത്തേക്ക് നടന്നു. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ നോക്കി നിൽക്കാണ് ബാബുവേട്ടൻ. ഞാനൊരു ചിരി നൽകി വീണ്ടും അകത്തേക്ക് നടന്നു. വെയിൽ പോയപ്പോൾ കുട്ടികൾ എന്നോട് പറഞ്ഞു, അമ്മേ, ഞങ്ങൾ അങ്ങളുടെ കൂടെ കുളത്തിൽ കുളിക്കാൻ പോവാ. എന്നെ നോക്കി ബാബുവേട്ടൻ ചോദിച്ചു, ഹേമേ, കുളത്തിൽ കളിക്കാൻ വരുന്നോ? ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിന് എനിക്ക് നീന്താൻ അറിയില്ല ബാബുവേട്ടാ. അതിനെന്താ, ഞാൻ പഠിപ്പിക്കാമല്ലോ. അപ്പോഴേക്കും കുട്ടികൾ കുളത്തിലേക്ക് ഓടി. വാടോ, എന്നെ നോക്കിക്കൊണ്ട് ബാബുവേട്ടൻ പറഞ്ഞു. ഇല്ല ബാബുവേട്ടാ, ചേട്ടൻ പോക്കോ. പുള്ളി ഒന്ന് ചിരിച്ചിട്ട് നടന്നു പോയി. എനിക്കെന്തോ ബാബുവേട്ടനോട് ഒരു സ്നേഹം പോലെ. എന്തായെന്നറിയില്ല, അയാളുടെ സമീപനം എനിക്ക് ഇഷ്ടപ്പെടുന്നു. എന്നോടുള്ള സംസാരവും കരുതലും ഒക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സ് വെമ്പുന്നു. എനിക്ക് ബാബുച്ചേട്ടനോട് എന്തോ ഒരാകർഷണമുള്ളതുപോലെ. അങ്ങനെ ഞാൻ കുളത്തിൽ പോകാൻ തീരുമാനിച്ചു. വിമല ചേച്ചി അമ്മയുടെ റൂമിലാണ്. അമ്മയെ കുളിപ്പിക്കുന്നതും വൃത്തിയാക്കുന്നതൊക്കെ ചേച്ചിയാണ്. ഞാൻ അവിടെ ചെന്ന് നോക്കി. എന്നോടപ്പോൾ വിമലേച്ചി പറഞ്ഞു, ഹേമേ, 2 മണിക്കൂർ നേരത്തേക്ക് എന്നെ നോക്കണ്ട കേട്ടോ. ആ ശരി ചേച്ചി. ഞാനെൻ്റെ മുറിയിൽ കയറി മാറാനുള്ള ഡ്രസ്സ് നോക്കി. ഡ്രസ്സ് എടുത്തുകൊണ്ട് നേരെ കുളത്തിലേക്ക് ചെന്നു. എന്നെ കണ്ടപ്പോൾ
ബാബുവേട്ടന് സന്തോഷമായി. അവർ കുളിച്ചു കഴിഞ്ഞു. കയറാനുള്ള പരിപാടിയായിരുന്നു. എന്നോട് ബാബുചേട്ടൻ പറഞ്ഞു, ഹേമേ അവർ കയറുക, നീ ഇറങ്ങിക്കോ. ഞാനും ചിരിച്ചു. എനിക്കിപ്പോൾ ബാബുചേട്ടനോട് എന്തോ ഒരാകർഷണം പോലെ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനിനി അതിൻ്റെ ടെലിഗ്രാം ചാനൽ ഇടാം കേട്ടോ. അപ്പോൾ അത് കേൾക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ അങ്ങോട്ടേക്ക് പോരട്ടോ. അതിൻ്റെ ലിങ്കാണ് ഞാൻ അടിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.